കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ 4 മണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് കണ്ണനെ അലങ്കരിച്ച് ശ്രീകോവിൽ നടയെല്ലാം തുറന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആരുടെയോ കാലുമ്പിൽ നിന്ന് ചോര വീണിട്ടാണെന്ന് തോന്നുന്നു. അശുദ്ധിയായി. ഒരു 5:30 മണിയോടുകൂടി അശുദ്ധിയായി. അപ്പോൾ ആ അലങ്കാരങ്ങളെല്ലാം മാറ്റി. പിന്നെ 6:30 കൂടിയിട്ട് ആ അലങ്കാരം എല്ലാം കഴിഞ്ഞ് ഉഷപൂജയും കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ അതാ ശ്രീലകത്ത് പുഞ്ചിരി തൂകി നിൽക്കുകയാണ്. ആ തിരുമുഖം ചന്ദനം ചാർത്തി ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിരിക്കുന്നു. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിരിക്കുന്നു. മാറത്ത് ഒരു സ്വർണ്ണത്തിലകം ചാർത്തി ഒരു വലിയ വീതിയുള്ള സ്വർണ്ണമാല ചാർത്തി അതിൻ്റെ അടിയിൽ വീണ്ടും ഒരു സ്വർണ്ണത്തിലകം കൂടി ചാർത്തിയിരിക്കുന്നു. കയ്യിൽ 2 സ്വർണ്ണത്തിലകം, 2 കയ്യിലും ഓരോരോ സ്വർണ്ണത്തിലകം. നമ്മളെല്ലാം ചന്ദനം തൊടില്ലേ, അതേമാതിരി സ്വർണ്ണത്തിലകങ്ങൾ വെച്ചിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട്. ഇന്ന് മുണ്ടൊന്നും എടുത്തില്ലേ ഭഗവാൻ. അപ്പോൾ ചെറിയ പൊന്നുണ്ണിക്കണ്ണനാണ്. സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ 2 തിരുമുടിമാലകളും 2 വനമാലകളും ചാർത്തിയിരിക്കുന്നു. ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ ഇന്ന് നല്ലൊരു കൗതുകം, നല്ലൊരു ഭംഗി. ഒരു ചെറിയൊരു പൊന്നുണ്ണിക്കണ്ണൻ പുഞ്ചിരി തൂകി നിൽക്കുകയാണ്. തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും അനുഗ്രഹിക്കാനായി കാത്തിരിക്കുകയാണ്. ഭക്തന്മാരെല്ലാവരും നാമം ചൊല്ലി കണ്ണൻ്റെ അടുത്തേക്ക് ചെല്ലണം. ആ സോപാനപ്പടിയുടെ അടുത്ത് എത്തി കാൽക്കൽ വീണ് നമസ്കരിക്കണോ, പ്രാർത്ഥിക്കണോ. കണ്ണൻ അവരെല്ലാവരെയും അനുഗ്രഹിക്കണം. ആ സുന്ദര രൂപം, ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ രൂപം, പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് കയ്യിൽ ഓടക്കൊള്ളും താമരയും പിടിച്ച് നിൽക്കുന്ന ആ സ്വർണ്ണത്തിലകങ്ങളും മാലകളും എല്ലാം ചാർത്തി പുഞ്ചിരിച്ച് നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ നമ്മളും നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കണ്ണൻ്റെ കാര്യങ്ങളെല്ലാം കേട്ട് ആ കണ്ണനെ ഒന്ന് കൂട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയെല്ലാം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കുക, പ്രാർത്ഥിക്കുക. നല്ല ഭക്തി മാത്രമേ വേണ്ടൂ കണ്ണനെ. ആ ഭക്തിയോടുകൂടി കണ്ണൻ്റെ തിരുനാമങ്ങളെല്ലാം ചൊല്ലിക്കഴിഞ്ഞാൽ കണ്ണൻ നമ്മുടെ അടുത്ത് എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. ഏതൊരു ആപൽഘട്ടങ്ങളിലും ആ കണ്ണൻ്റെ ഒരു കൈത്താങ്ങ് ഉണ്ടാകുന്നതാണ്. ഉറച്ച വിശ്വാസത്തോടു കൂടി നാമങ്ങൾ ഉറക്കെ ചൊല്ലിക്കോളൂ. നാരായണ 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 നാരായണ. ആ കണ്ണൻ്റെ അനുഗ്രഹം, ആ കണ്ണൻ്റെ ഒരു കരുതൽ നമ്മൾക്ക് എപ്പോഴും ഉണ്ടാകും. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. നാമത്രയ മന്ത്രം ചൊല്ലിക്കോളൂ. ഉത്കൃഷ്ടമായതാണ്, എല്ലാവർക്കും എപ്പോഴും ചെല്ലാവുന്നതാണ്. നല്ല ജീവിതം ഉണ്ടാകും. നമ്മുടെ സന്തതി പരമ്പരകൾക്കും നല്ല ശ്രേയസ് ഉണ്ടാകും. നമ്മളിലുള്ള അസുഖങ്ങളെല്ലാം മാറി നല്ലൊരു കുടുംബജീവിതം ശ്രീ ഗുരുവായൂരപ്പൻ തരട്ടെ. ഉറക്കെ നാമം ചൊല്ലിക്കോളൂ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദ ഗോവിന്ദ.